1967 ഒരു വസന്തകാലത്ത് പശ്ചിമ ബംഗാളിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമായ നക്സൽബാരിയിൽ ഒരു ഭൂമി തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. നക്സൽബാരി ഗ്രാമത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തിയിരുന്നത് തേയിലത്തോട്ടങ്ങളായിരുന്നു. അവയിൽ പലതും ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കമ്പനികളുടേതാണ്. തോട്ടം തൊഴിലാളികൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്നും ഭൂപ്രഭുക്കന്മാരുടെ ചൂഷണത്തിൽ നിന്നും ആശ്വാസം വേണമെന്നും അവിടെയുള്ള സാധാരണപ്പെട്ട തോട്ടം തൊഴിലാളികൾ ആഗ്രഹിച്ചു. നക്സൽബാരിയിലെ ദരിദ്ര ഗ്രാമീണർ CPMനോട് അനുഭാവമുള്ള ഒരു കർഷക സമിതി സംഘടിപ്പിച്ചു. വിപ്ലവകാരി ചാരു മജുംദാറും കനു സന്യാലുമായിരുന്നു സമിതിയുടെ നേതാക്കൾ. അവർ ഭൂപ്രഭുക്കന്മാർക്കെതിരെ പ്രകടനങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിച്ചു. അത് കൂടുതൽ ഹിംസാത്മകമായി. അത് ജന്മിമാരുടെ തലയെടുക്കുന്നതിലേക്ക് ചെന്നെത്തി. തടയാൻ വന്ന പോലീസുമായി ഏറ്റുമുട്ടലിലേക്ക് പോയി. തങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിൽ എന്നതിനാൽ ഈ ജന്മിമാർക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന തോന്നലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതേസമയം നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പാർട്ടിയും സർക്കാരും ക്രമസമാധാനത്തിൻ്റെ പക്ഷം പിടിച്ചു. ഇതവരെ ഞെട്ടിച്ചു. പാർട്ടിയെ എതിർത്ത് അവർ വീണ്ടും സായുധ കലാപങ്ങൾ അയച്ചുവിട്ടു. പാർട്ടി അവരെ പുറത്താക്കി. ഇതോടെ 1969 ചാരു മജുംദാറിൻ്റെ നേതൃത്വത്തിൽ ഇവർ CPI-ML എന്ന മാവോയിസ്റ്റ്, നക്സലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അക്രമങ്ങൾ വീണ്ടും രൂക്ഷമായി. സർക്കാർ 1500ഓളം പോലീസുകാരെ അവിടെ വിന്യസിച്ചു. ഇതോടെ പോലീസും വിപ്ലവകാരികളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നു. നേതാക്കളിൽ പലരും ജയിലിലായി. വിപ്ലവകാരികൾക്ക് കീഴടങ്ങേണ്ടിയും വന്നു. നക്സൽബാരി വിപ്ലവത്തിൻ്റെ അതേ കാലത്തു തന്നെ ആന്ധ്രാപ്രദേശിലും മാവോയിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന മറ്റൊരു സംഘം നക്സൽ മോഡലിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി. ഏതായാലും ഈ വിപ്ലവ പ്രവർത്തനങ്ങൾ വളരെ വേഗം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കി.